ഹായ് എവ്രി വൺ, വെൽക്കം ടു കൊമേഴ്സ് വേൾഡ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോമിയുടെ സെക്കൻഡ് സെം ഇപ്പം കഴിഞ്ഞതായിരുന്നു. സോ ഇനി നമ്മൾക്കുള്ളതാണ് നമ്മുടെ തേർഡ് സെം എന്ന് പറയുന്നത്. സോ തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് 5 പേപ്പേഴ്സ് ആണ് വരുന്നത്. അതിൽ 3 പ്രോബ്ലവും അതേപോലെ തന്നെ 2 തിയറി പേപ്പേഴ്സും ആണ് വരുന്നത്. സോ 3 പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ദെൻ തിയറിയിൽ റിസർച്ച് മെത്തഡോളജിയും ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 5 സബ്ജക്റ്റ് നമ്മൾക്ക് തേർഡ് സെമ്മിൽ പഠിക്കാനായിട്ട് വരുന്നത്. സോ ഞാൻ ഈ 5 സബ്ജക്റ്റിന്റെയും ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ പോലെ ഇട്ടിട്ടുണ്ട്. സോ അത് വന്നിട്ട് നിങ്ങൾക്ക് സബ്ജക്ട് പ്രിഫറൻസ് തിരഞ്ഞെടുക്കാനാണ് ഞാൻ അത് ഇട്ടിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലാണോ കൂടുതൽ വീഡിയോസ് വേണ്ടത് ആ വീഡിയോസിന്റെ സബ്ജക്ട് ഏതാണോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. സോ ഇതിന്റെ മുന്നിലും ഞാൻ സെക്കൻഡ് സെമ്മിൽ ഇതേപോലത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ബേസിസിലായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ വന്നിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനായിരുന്നു കൂടുതൽ നമുക്ക് വോട്ട് കിട്ടിയതൊക്കെ. സോ അപ്പോൾ അതായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. പിന്നെ ലാസ്റ്റ് ആവുന്നതോറും നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ വീഡിയോസ് ആയിരുന്നു കൂടുതൽ കുട്ടികൾക്ക് വേണ്ടതായിട്ട് വന്നത്. സോ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതിനാണോ കൂടുതൽ വീഡിയോസ് വേണ്ടത് സോ അത് ഇടുക. അപ്പം നമ്മൾ അതിലായിരിക്കും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നതല്ലേ. അപ്പം നിങ്ങൾ ലാസ്റ്റ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തില്ല എന്നാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സും അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതിന്റെ എക്സ്പ്ലനേഷൻസും അതിന്റെ ഉള്ളതായിട്ട് പ്രോബ്ലംസും അങ്ങനെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അല്ലാതെ നമ്മൾ അതിൽ കൂടുതൽ അങ്ങനെ ഓരോ വരിയെടുത്ത് പറയില്ലല്ലോ. ഓക്കെ, സോ അതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്യുക. ഓക്കെ, സോ അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് അല്ലെങ്കിൽ ഒക്ടോബർ 1 സോ ഇതിലിപ്പോൾ ഇട്ടിട്ടുള്ളതിൽ ഇൻകം ടാക്സ് ആയിരുന്നു കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത്. സോ മറ്റുള്ളവർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതിലാണോ കൂടുതൽ വീഡിയോസ് വേണ്ട സബ്ജക്ട് അത് നിങ്ങൾ ഇടുക. ഓക്കെ, അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്യാത്ത സബ്ജക്റ്റിന്റെ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. പക്ഷെ അതെന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമായിരിക്കും ഞാൻ അതിൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ കൂടുതൽ എല്ലാം കൂടി അങ്ങോട്ട് ഇടില്ല. ബിക്കോസ് നിങ്ങളത് സെലക്ട് ചെയ്തില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അത്രത്തോളം ആവശ്യമില്ല എന്നുള്ളതാണല്ലോ. നിങ്ങളത് സ്വയം പഠിക്കാനുള്ള ഒരു നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങളത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാത്തതല്ലേ. സോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ബേസിസിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഓക്കെ, എന്നാലും വീഡിയോസ് ചെയ്യാതൊന്നും ഇരിക്കത്തില്ല. ഓക്കെ, സോ ഇപ്പൊ നമ്മളുടെ എംകോമിന്റെ സെക്കൻഡ് സെം കഴിഞ്ഞതായിരുന്നു. നമ്മൾ 5 സബ്ജക്റ്റിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, അതേപോലെ തന്നെ ഇനി അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ തന്നെ പറയാം. ഓക്കെ, എനിക്ക് വന്നിരുന്ന ഒരു കമന്റ് ആയിരുന്നു, കൂടുതൽ വന്ന കമന്റ് ആയിരുന്നു സ്പീഡ് കൂടുതലാണ്, ഒന്ന് കുറയ്ക്കുക എന്നുള്ളത്. സോ ആ സ്പീഡ് വന്നിട്ട് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തും അതൊന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ ലൈക്ക് എങ്ങനെയാ പറയുക, ഇപ്പം നമ്മളൊന്ന് റെക്കോർഡ് ചെയ്യും പിന്നെ സൗണ്ട് കൂടുതലാണ് അല്ലെങ്കിൽ ആ പിച്ച് കൂടുതലാണ് എന്നാകുന്ന സമയത്ത് അതേപോലെ തന്നെ സ്പീഡ് കൂടുതലാവെന്ന് പറയുന്ന സമയത്ത് അത് കട്ട് ചെയ്തിട്ട് എഗെയിൻ ആണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് അത് എങ്ങനെയാണെന്ന് അറിയില്ല, പെട്ടെന്നൊന്ന് സൗണ്ട് അങ്ങോട്ടൊക്കെ കൂടിപ്പോകുന്നു, അതേപോലെ തന്നെ സ്പീഡും പെട്ടെന്നൊന്ന് കൂടിപ്പോകുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് അതിന് മാക്സിമം ഞാൻ കുറയ്ക്കാൻ നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആണോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ വീഡിയോസ് നോക്കുന്ന ആൾക്കാർക്ക് അറിയാലോ, എന്തെങ്കിലും ഇനി ഞാൻ നിങ്ങൾ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസിന്റെ താഴെ കമന്റ് ചെയ്യുക. അത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാനത് ശ്രദ്ധിക്കുമായിരിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് മറ്റുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആവുന്നുണ്ടാവുമല്ലോ. ഓക്കെ, ദെൻ നമ്മൾക്ക് ഇതിൽ വരുന്ന സബ്ജക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ആ ഓരോ സബ്ജക്റ്റിന്റെയും സിലബസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഇൻകം ടാക്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. 5 മൊഡ്യൂൾ ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പാൻ കാർഡ് അങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇത് ഇൻകം ടാക്സിന്റെ. ദെൻ നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സിലബസ് ആണ് ഇതെന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും 5 എണ്ണമാണ്. ഇതിന്റെ മുന്നിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഇൻകം ടാക്സും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ് ഇനി വരുന്നത്. തേർഡ് സെമ്മും ഫോർത്ത് സെമ്മും നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ദെൻ വരുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ ആണ്. ഇത് ഇൻവെസ്റ്റ്മെന്റിന്റെ സിലബസ് ആണ്. എല്ലാത്തിലും നമുക്ക് 5 മൊഡ്യൂൾ ആണല്ലോ. ഓക്കെ, സോ ഇതിന്റെ മുന്നിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞില്ല. പക്ഷെ നമുക്ക് ബികോമിൽ ഫിനാൻസ് എടുത്തവർക്ക് ഇല്ല.
ഇനി മറ്റുള്ള സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടുണ്ടായിരുന്നവർക്ക് മേ ബി ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞില്ല കേട്ടോ. പക്ഷെ ഫിനാൻസ് എടുത്തവർക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റ് അതിൻ്റെ ഉണ്ടായിരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന സബ്ജക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതും പ്രോബ്ലം ആണ്. ഓക്കെ, ദെൻ വരുന്നത് റിസർച്ച് മെത്തഡോളജിയാണ്. റിസർച്ച് മെത്തഡോളജി നമ്മൾ ഇതിന്റെ മുന്നിലും പഠിച്ചിട്ടുണ്ടായിരുന്നതാണല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ റിസർച്ച് മെത്തഡോളജി വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 4th സെമ്മിൽ പ്രൊജക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എന്താണ് പറയുക, ഒരു എൻട്രിയാണ് ഈ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് തന്നെ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. ഇതിന്റെ ബികോമിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. അതിന്റെ കണ്ടിന്യൂഷനും അതിൽ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ സിലബസിൽ നിങ്ങൾക്ക് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ 5 സബ്ജക്റ്റും 5 സബ്ജക്റ്റിന്റെ സിലബസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ വീഡിയോസ് നമ്മൾ ഈ മന്ത് എന്തായാലും ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് മന്തിൽ ലാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ഒക്ടോബർ 1st വീക്ക് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇൻകം ടാക്സ് വെച്ച് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഓരോ സബ്ജക്റ്റിന്റെ വീഡിയോസ് നമ്മൾ വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലി ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ നിങ്ങൾ ബുക്ക് അടിച്ചിട്ടാണ് പഠിക്കുന്നത് എന്നാണെങ്കിൽ നിങ്ങൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് ഇനഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ അറിയുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ അത്രത്തോളം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ലൈക്ക് നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ 2 പ്രോബ്ലം അങ്ങനെയുള്ള ജസ്റ്റ് ഒരു ബേസ് മാത്രമാണ് നിങ്ങൾക്ക് PDF ഉണ്ടാവുന്നത്. ബുക്ക് അടിക്കുന്നതാണെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് ടെക്സ്റ്റ് ബുക്ക് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആണോ. Thanks for watching.